തുണികളുടെ ഒരു ഹബ്ബാണ്. എന്നാൽ ചതിയും നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ? ഇതുപോലത്തെ സാരികളും ഇവിടെ കിട്ടും കേട്ടോ. ഇതിന്റെ വിലയൊക്കെ 500 ഉള്ളൂ. ഫെസ്റ്റിവൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. ജിമ്മിച്ചു ഉണ്ട്, ഫെൻഡി ഉണ്ട്, ഓർഗൻസ ഉണ്ട്. 105 ദുപ്പട്ടൊക്കെ ഉണ്ട്. എല്ലാ 3 പീസ്. ഈ ലിഫ്റ്റ് വഴിക്കാണ് ഈ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. സെമി സ്റ്റിച്ചിൽ വരുന്ന ഒരു കളക്ഷൻ ട്ടോ. ഇങ്ങനെ വെയർ ചെയ്യുമ്പോഴുള്ള ലുക്കാണ് ഈ കാണുന്നത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ്. പ്യുവർ പാകിസ്ഥാനിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ പല മെറ്റീരിയൽസ് പല ഡിസൈൻസിലൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പോൾ ഇതൊരു 3 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. 3 ഫ്ലോറിലും പല പല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് സൂറത്താട്ടോ, നമ്മുടെ നാടല്ല, സൂറത്തിലുള്ള ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് കാണിക്കാം. ഇതാണ് ഇവരുടെ മെയിൻ പാക്കിങ് ചെയ്യുന്ന ഒരു സ്ഥലം. പിന്നെ ഈ തുണികളൊക്കെ വരുമ്പോൾ ലിഫ്റ്റ് വഴിക്ക് വരാം. മുകളിലാണ് ഇവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റ് വഴിക്കാണ് ഈ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. പിന്നെ ഇവിടെയാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ. ഈ ഒരു പോർഷൻ അങ്ങനെയൊക്കെ ആയിട്ട് പാക്കിങ് നടക്കുന്നുണ്ട്. ഇതാരുടെ ബില്ലാണാവോ? എത്ര രൂപ? ഇതൊക്കെ 38,000-39,000 ആ ഒരു റേഞ്ച്. ഇത് 38,795 കേട്ടോ. അപ്പോൾ നിസാര റേറ്റിനായാലും നമുക്ക് ഇവിടെ വന്ന് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കട ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ ഹോൾസെയിലാണ്, സെറ്റ് ടു സെറ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസ് കണ്ട ഒക്കെ സെറ്റായിട്ട് ഇരിക്കണം. ഇതൊക്കെ ഓരോരുത്തർ പർച്ചേസ് ചെയ്യണതാണ്. കുറേ പേരുടെ ഒക്കെ പാക്കിങ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഈ ഓരോരോ കൗണ്ടർ കാണുമ്പോൾ ഓരോരോ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഓരോരോ കളക്ഷൻസാണ്. ഇപ്പോൾ ഈ 3 കൗണ്ടർ എന്ന് പറയുമ്പോൾ സാരീസിൻ്റെ ആണ്. അതിൽ ഫാൻസി സാരീസ്, പട്ട് സാരീസ്, ബ്രൈഡൽ സാരീസ്, ഡെയിലി വെയർ സാരീസ്, അങ്ങനത്തെ സാരീസുകളുടെ ഒക്കെ കളക്ഷൻസാണ്. ഇതുപോലത്തെ സാരികളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ റെഡിമെയ്ഡിൻ്റെ നല്ല നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ്. അപ്പോൾ ഇന്ന് അതെ, ഇത് പാക്കിങ്, ഇത് ബില്ലിംഗ് സെക്ഷൻ. ബില്ലിംഗാ? ഇതും പാക്കിങ്ങിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെയും ബില്ലിംഗ്, ഇവിടെ നിന്നാണ് ബില്ല് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് പാക്കിംഗ് സെക്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ കളക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബില്ലിങ്ങിലേക്ക് പോയി ഒരു 3-4 ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷനാണെങ്കിൽ ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഒരു സെക്ഷനാണ്. നമുക്ക് കയറി നോക്കിയാൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് വരും. ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷൻസ് ആണ്. ഇതൊക്കെ മൊത്തം സാമ്പിൾസ് ആണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവിടുത്തെ ഗുണ്ട തന്നെ പറഞ്ഞു തരേണ്ടി വരും. എനിക്ക് പക്ഷെ ആള് പച്ച പാവാട്ട, പേരിലും ഈ സൈസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളു നോക്കുകയാണെങ്കിൽ ഒക്കെ പൊള്ളയാണ് അല്ലേ? പാവാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഒരു മലയാളി സ്റ്റാഫേ ഉള്ളൂ. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ട്രസ്റ്റ് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്, ഫുൾ വീഡിയോ ഇരുന്ന് കാണുക. അപ്പോൾ കുറച്ച് കളക്ഷൻസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കളക്ഷൻ വെച്ച് ഇവിടെ തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് വരാണെങ്കിൽ ഇത് ഈ കാണുന്ന മെറ്റീരിയൽസ് ഒക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. അതിൽ പല വർക്കിലായിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് വെച്ചിട്ട് തുടങ്ങാം. ഇവിടെ എല്ലാ സ്റ്റേറ്റുള്ള ഐറ്റംസ് കിട്ടും. ആദ്യം തന്നെ നമുക്ക് കോട്ടൺ വെച്ച് തുടങ്ങിയാലോ? ഈ ഒരു കോട്ടന്റെ കളക്ഷൻ. നമസ്കാരം ഒന്നും ചെയ്തില്ല മാഡം. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. നമസ്കാരം ആരോടെ പറയാന്നറിയോ? പുറമേയുള്ള ആൾക്കാരോടെ പറയാ. ഇപ്പൊ എന്റെ ഫാമിലി, അപ്പൊ ഞാനൊരു ഫാമിലി, നിങ്ങളൊരു ഫാമിലി, അവരും ഫാമിലി, എല്ലാവരും ഒരു ഫാമിലിയിൽ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇതൊക്കെ പറയേണ്ട വല്ല കാര്യം. വെൽക്കം ടു കാനൻ ന്യൂ കളക്ഷൻ അങ്ങനെ പറഞ്ഞാൽ മതി. അത് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോ. ഓക്കെ, ശരി. അത് എന്നാലും പറഞ്ഞു. സമാധാനം ഇല്ലേട്ടാ നമസ്കാരം പറയാണ്ട്. ചെല്ലി പറയേ. നമസ്കാരം എല്ലാവർക്കും. അത് മാത്രം മലയാളത്തിൽ അറിയണം, അതാണ് അത് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാം. കോട്ടന്റെ കളക്ഷൻ ഇതാ. അപ്പൊ ഇതിന്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബോട്ടം ടോപ്പ് എല്ലാതും കോട്ടൺ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയും ആ ഒരു മൽമൽ കോട്ടണിൽ വരുന്നതാണ്. മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സും ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ എത്ര പീസ് അങ്ങനെ എങ്ങനെയാണ്? സെറ്റ് ടു സെറ്റ് ആണ്. മൽമൽ കോട്ടൻ്റെ ആണ് ഇത് ദുപ്പട്ട വരുന്നത്. എന്തായാലും ഇത് സെറ്റായിട്ട് തന്നെ എടുക്കണം. ഒരു പീസായിട്ട് നമുക്ക് ഇത് അവൈലബിൾ അല്ല. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നുണ്ടല്ലേ ഈ ഒരു ജിമ്മിച്ചു ഫാബ്രിക്. ജിമ്മിച്ചു ഉണ്ട്, ഫെൻഡി ഉണ്ട്, ഓർഗൻസ ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ജിമ്മിച്ചു എന്ന് പറയുമ്പോൾ കുറച്ച് തിളക്കാം. അയ്യോ, ഇത് പോയി. ജിമ്മിച്ചു കുറച്ചല്ല, കുറച്ച് കൂടുതൽ തിളക്കാം. അതെ, കുറച്ച് എന്താ പറയാ, ഫെസ്റ്റിവൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. അതിന് കൂടെ തിളക്കാനുള്ള തുണി, പിന്നെ അതിന് മുകളിൽ വേറെ ഒരു തിളക്കും കൂടി വേഗം എടുക്കട്ടെ. പിന്നെ ദുപ്പട്ട ജോർജറ്റിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ?
ജോർജറ്റിൽ സൈഡിൽ ഇങ്ങനെ കട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മേടിക്കണം, എങ്ങനെ മേടിക്കണം? ഡയറക്റ്റ് വന്ന് മേടിക്കുക, അല്ലെങ്കിൽ വരാൻ പറ്റില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഓൺലൈനിൽ മേടിക്കുമ്പോൾ വെച്ചാൽ ഇവിടെ കുറേ സ്റ്റാഫ്മാർ കാര്യങ്ങളൊക്കെ എന്ത് കിട്ടും ഏത് കിട്ടും എന്നുള്ളത് ഫ്രോഡ് കാര്യങ്ങൾക്ക് ഒത്തിരി നടക്കുന്നുണ്ട്. കസ്റ്റമറിന് ഒരു പേടി. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, വരുമ്പോൾ നേരിട്ട് വരാം. നേരിട്ട് വന്ന് കയ്യോടെ കൊണ്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊറിയർ വഴിക്ക് അയച്ചു തരും. അപ്പം അയച്ചു തരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കൊറിയർ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് പറയാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് എഡിറ്റ് ചെയ്യണ്ട, ആ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പിന്നെ അവിടെയും ക്യാമറാസ് ഉണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളും ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് തന്നെ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അത് കൂടി ഒത്തു നോക്കിയിട്ട് അങ്ങനെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സൂറത്ത് എന്ന് പറയുമ്പോൾ തുണികളുടെ ഒരു ഹബ്ബാണ്. എന്നാൽ ചതിയും നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വരാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നല്ല കളക്ഷൻസ് അതും സൂറത്തിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്തതും ഒരു ജിഗ് ജാക്കിൽ തന്നെ നമുക്ക് കാണിക്കാം. ജിഗ് ജാക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡിൽ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ഇതും ഷിമ്മറിൽ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻ. ഷിമ്മറിൽ ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട അല്ലേ? ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. എന്തായാലും ഞാൻ ഇങ്ങനെ വെയർ ചെയ്യുമ്പോഴുള്ള ലുക്കാണ് ഈ കണ്ടത് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ അല്ലേ? കളർ സൂപ്പർ. നിങ്ങൾ ഏത് ഇട്ടാലും അടിപൊളിയാ. അതെ, അയ്യോ എല്ലാം സൂചിപ്പിക്കാൻ നോക്കണേ. ഗുണ്ടാന്ന് വിളിക്കുക, ഫാമിലിയുടെ അടുത്ത് ചോദിക്കാം. നിങ്ങളോടാ ചോദിക്കണത് ഞാൻ, ഭംഗിയുണ്ടോന്ന് അങ്ങനെ ചോദിക്കാൻ പറയണം എന്നോട്. ഓക്കെ, അടുത്ത കളക്ഷൻ അത് അവരെന്തായാലും ഭംഗിയുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളും. ഇനി റേറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ്? ഇവിടെ സ്റ്റാർട്ടിംഗ് 105 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഈ അൺസ്റ്റിച്ചഡിൽ വരുമ്പോൾ 105 ദുപ്പട്ടൊക്കെ ഉണ്ടാ? ഉണ്ട്, എല്ലാം 3 പീസ്. എല്ലാം 3 പീസ് അല്ല, ദുപ്പട്ടൊക്കെ ഉണ്ടോ, ലെങ്ത് ഒക്കെ ഉണ്ടോ എന്ന് നമ്മള് അതുപോലെ ഐറ്റംസ് വരും. അപ്പോൾ നമുക്ക് 110 തൊട്ടാണ് കളക്ഷൻസ് വരുന്നത്. ബോട്ടം ഇതിപ്പോ വരുന്നത് പ്ലെയിൻ ആണെങ്കിൽ ഇത് കോട്ടൺ ആട്ടോ. ഇതിൽ പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടണിൽ ഇതിൽ ഇങ്ങനെ പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ? ദുപ്പട്ടയിൽ അടിപൊളി അതെ, കോൺട്രാസ്റ്റ്. ഇതിന്റെ കളർ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നേരിട്ട് വരുമ്പോൾ കളർ സ്റ്റോക്ക് ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് വരുന്ന സമയത്ത് ഈ സംഭവം ഒന്നും ഉണ്ടാവില്ല. പുതിയ കളക്ഷൻസ് ആയിരിക്കും. 15 ഡേയ്സിലൊക്കെ കളക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഇത് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഇവിടെ വെച്ചാൽ നമുക്ക് കുർത്തീസ്, 2 പീസ്, 3 പീസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, സാരീസ്, റെഡിമെയ്ഡ് ബ്ലൗസ്, പിന്നെ പാവാട, ലെഗിൻസ്, ബോട്ടം വെയറിന്റെ എല്ലാം, ലെഗിൻസ് മാത്രമല്ല ബോട്ടം വെയറിന്റെ എല്ലാം കളക്ഷൻസ്, പിന്നെ നൈറ്റീസ്, റണ്ണിങ് മെറ്റീരിയൽ. ഷോർട്ടിൽ പറയട്ടെ, ഇന്നർ വെയർ ഇല്ല, ബാക്കി എല്ലാ ഐറ്റംസ് കിട്ടും. അതാണ്, അതും പെണ്ണുങ്ങളുടെ ഒരു സ്പോട്ടിൽ കിട്ടും. അത് പെണ്ണുങ്ങളുടെ മാത്രം, ഓൺലി വുമൻസ് വെയർ ഫാക്ടറി. യെസ്. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇട്ട ഒരു പാകിസ്ഥാനി സ്റ്റൈലിലുള്ള ഒരു കളക്ഷൻ. ഇത് റെഡിമെയ്ഡിലാണെങ്കിൽ ഇവർക്ക് തന്നെ ഇപ്പോൾ റെഡിമെയ്ഡ് ആണ്. പാകിസ്ഥാനി സ്റ്റൈലല്ലേ ഇത്? പാകിസ്ഥാനി. ഇത് പാകിസ്ഥാനി സ്റ്റൈലിൽ റെഡിമെയ്ഡിൻ്റെ ഒരു കളക്ഷൻ. ഇവർക്ക് തന്നെ അൺസ്റ്റിച്ചഡ് വരുന്നുണ്ട്. ഇതാണ് അൺസ്റ്റിച്ചഡ്. ഇത് പ്യുവറിൽ വരുന്ന ഒരു കളക്ഷൻ അല്ലേ? ഇത് പ്യുവർ പാകിസ്ഥാനിൽ വരുന്നൊരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. പാകിസ്ഥാനും ഇപ്പോഴും ട്രെൻഡിലാണ്, പണ്ടും ട്രെൻഡിൽ തന്നെയാണ്. ഇതിൽ ബോർഡർ ഇങ്ങനെ ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ലുക്ക് വൈസ്. ഇനിയിപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇതിൽ കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുക. ഈ 4 പീസിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് സെയിം ഡിസൈൻ, കളർ 4 ഉണ്ടാവും. ഇപ്പം ഇതിൽ സെയിം ഡിസൈൻ, അതിൽ 4 കളേഴ്സ് അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ബ്ലാക്ക്, ബ്ലൂ അങ്ങനെയൊക്കെ മാറിയായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും 4 ഷെയ്ഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊരു കളക്ഷൻ കണ്ടില്ലേ. ഇനി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓർഗൻസലല്ലേ? ഇത് ഓർഗൻസയിൽ ഓക്കെ, സെമി സ്റ്റിച്ചിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. അൺസ്റ്റിച്ചഡിൽ ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അതും ഓർഗൻസ തന്നെയാണ്. അതിലും ഇതുപോലെ സ്റ്റോൺ വർക്ക്, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം വന്നിട്ടുണ്ട്. കണ്ട കളർ അടിപൊളിയാണ്, സട്ടിലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലത്തെ ഡസ്റ്റി റേഞ്ചാ പിടിക്കുന്നില്ല, ഡസ്റ്റിയും ലൈറ്റും പിന്നെ പേസ്റ്റൽ കളറാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ആകുമ്പോൾ
1000+ ആ ഒരു റേഞ്ചൊക്കെ വരും. എന്നാൽ 110 തൊട്ട് ആയാലും നമ്മൾ എത്ര പൈസ കൊടുക്കണം അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നമ്മുടെ അടുത്ത് മാഡം ചീപ്പ് റേറ്റ്, മീഡിയം റേറ്റ്, പ്രീമിയം റേറ്റ് 3 കളക്ഷൻ ഉണ്ട്. 3 കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് നോക്കുക, ഇഷ്ടപ്പെടുക. കസ്റ്റമറിന്റെ എന്തൊക്കെ ഡിമാൻഡ് അത് എല്ലാ ഐറ്റംസ് നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റംസ്. വൈറ്റ് ഇനി നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ടീഷർട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും വൈറ്റ് അല്ലേ ഇടുന്നത് നാട്ടില്. അതെ, ഓണം വന്നാലും ഫെസ്റ്റിവൽ എന്ത് ഓണം ആയാലും വിഷു ആയാലും എല്ലാത്തിലും വൈറ്റ് വേണമല്ലോ. അതേപോലെ വൈറ്റ് ടീഷർട്ട് വെറുതെ ഇട്ട് വന്നിക്കണത്. ഇവിടെ പ്രോഗ്രാം ഇല്ല, പക്ഷെ എനിക്ക് വൈറ്റ് ഇഷ്ടമാണ്. അതിന് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടമാണ് വൈറ്റ്. ഇതൊരു വൈറ്റില് കിടക്കട്ടെ. ഇതാ കണ്ടാ, ലെങ്ത് ചോദിച്ചില്ല, എല്ലാത്തിന്റെ ലെങ്ത് നോക്കുന്നുണ്ടല്ലോ വീഡിയോസ്. ഇതാ കണ്ടാ, ഇതാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഇത് വൈറ്റിൽ ഈ കാണുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. ഇത് ഓവറോൾ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇതല്ല ശരിക്കുള്ള ലുക്ക് എന്ന് പറയാനായിട്ട് ഇങ്ങനെയായിരിക്കും. കണ്ട, ഇതാണ് ശരിക്കുള്ള ലുക്ക് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അൺസ്റ്റിച്ചുള്ള വിത്ത് പാൻറ്റ്. അപ്പോൾ ഇത് ഖദർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് വരുന്നത്. ഇനി ചിക്കൻ കറി വേണ്ട നമുക്ക്. ചിക്കൻ കറിയും ഇപ്പോഴും ട്രെൻഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നതൊക്കെ ഇത് മേടിക്കാനായിട്ട് എങ്ങടെ വരണ്ടേ? സൂറത്ത് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ നിന്നത് കിട്ടുമോ? ഇല്ലല്ല, സൂറത്ത് സ്റ്റേഷനിൽ ബുക്ക് സൂറത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ സൂറത്ത് എയർപോർട്ടിൽ വരണം. വന്ന അവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട് മാഡം. കസ്റ്റമർ ഇപ്പോൾ നമ്മൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ ടിക്കറ്റിന്റെ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ സംസാരിച്ച് അതിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ ഇവിടെ വന്ന് പാതിരാത്രിയിൽ വന്ന് ഇറങ്ങിയാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ തന്നെ എയർപോർട്ട് എവിടെ ഇറങ്ങിയാലും ഏത് പാതിരയ്ക്ക് 2 മണിക്കായാലും 3 മണിക്കായാലും 4 മണിക്ക് പുലർച്ചെ ആയാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ കളക്ഷൻസ് ഇതുപോലെ വന്ന് രാവിലെ പിന്നെ ഹോട്ടൽ അറേഞ്ച്മെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. കസ്റ്റമർ പറയുന്ന റേറ്റിലേക്ക് ഹോട്ടൽ നമ്മുടെ ഡ്രൈവർ കാണിച്ചു തരും. കാണിച്ച് കസ്റ്റമർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും ബുക്കാക്കി തരും. അപ്പൊ അതിന് പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ ഹോട്ടലിന്റെ. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എത്ര പ്രാവശ്യം ആയാലും ഫ്രീ സർവീസ് ആണ്. അതിന് 1 രൂപ പോലും കൊടുക്കണ്ട. പിന്നെ ഇത് അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ വിത്ത് പാൻറ് പ്രിന്റഡ് ആണ്. ചിലർക്ക് പ്രിന്റഡ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് കോട്ടണിൽ വേണോ റയണിൽ വേണോ ഏത് മെറ്റീരിയൽ ആയാലും ഇവിടെ. പിന്നെ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. പക്ഷെ അതിന് കുറച്ച് ബൾക്ക് പീസ് കൊടുക്കേണ്ടി വരും. ക്വാണ്ടിറ്റി കൂടുതൽ വേണം. ഇത് ഇങ്ങനെ പ്രിന്റഡിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. അപ്പോൾ ഇത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഇപ്പോൾ ഇവരുടെ റെഡിമെയ്ഡ് വേണമെന്ന് വെച്ചാൽ റെഡിമെയ്ഡിലേക്ക് നിങ്ങൾക്ക് കയറാം. ആ റെഡിമെയ്ഡ് സെക്ഷൻ അപ്പുറത്തെ ഒരു സെക്ഷനാണ് വരുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയണത് അടുത്തൊരു പീസ് എന്ന് പറയണത് ഇത് മസ്ലിനിൽ പിന്നെ ഓവറോൾ ഫുൾ ഇങ്ങനെ പ്രിന്റഡ് ആണ് വരുന്നത്. ഇതിൽ ദുപ്പട്ട നാസ്ബിൻ്റെ സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കേട്ടോ. ഇങ്ങനെയാണ്. അതുപോലെ യോക്കിൽ ഇതുപോലെ അടിപൊളി ഒരു വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രിന്റിൽ ഇനിയിപ്പോൾ അത് നേരത്തെ കാണിച്ചത് മസ്ലിനായിരുന്നു. ഇതേത് മെറ്റീരിയലാണ്? ഇത് മാഡം റയോൺ. അപ്പോൾ റയോണിൽ പ്രിന്റഡ്. അപ്പോൾ റയോണിൽ വേണോ മസ്ലിനിൽ വേണോ നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇത് റയോണിൽ ഫുൾ പ്രിന്റഡ്. അതുപോലെ യോക്കിൽ അടിപൊളി ഒരു ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ദുപ്പട്ട. യെസ്, അതാകുമ്പോൾ വീതി ഇത്തിരി കുറവായിരിക്കും. സിമ്പിളായിട്ട് ഇട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ് വരുന്നത്. പ്രിന്റഡിൽ തന്നെ എന്തോരം പ്രിന്റഡാ വരുന്നല്ലേ. ഇത് കാണുന്നത് മൊത്തം ഇതൊക്കെ പക്ഷെ ഫുൾ സാമ്പിൾ ആണ് കേട്ടോ. ഒന്നും സ്റ്റോക്ക് അല്ല. അത് വീണ്ടും പറയാം അല്ലേ, സ്റ്റോക്ക് അല്ല. അതെ, ഇത് ജോർജറ്റിലാണ് കേട്ടോ. ജോർജറ്റില് ദുപ്പട്ട, ജോർജറ്റില് ഫുൾ ഹെവി വർക്ക് ചിക്കൻ കറി സ്റ്റൈലിലാണ് ഇതിന്റെ വർക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പാൻറ് വരുമ്പോൾ ഇതാണ് വരുന്നത്. ഇത് ദുപ്പട്ട കേട്ടോ. ദുപ്പട്ടയിലും ഇതുപോലെ ഫുൾ ത്രെഡ് വർക്ക്, ജാൽ വർക്ക് എന്നും പറയും, ചിക്കൻ കറി വർക്ക് എന്നും പറയും. ഒക്കെ മെഷീനിൽ ചെയ്യുന്ന വർക്കാണ് എന്തായാലും ഇതൊക്കെ അല്ലേ. എന്താ കുറേ കളേഴ്സും ഉണ്ട്, കളക്ഷൻസും ഉണ്ട്. ഇനി ഇതാണെങ്കിൽ നല്ലൊരു ലെവൻഡർ ഷെയ്ഡ്. എല്ലാവർക്കും ലെവൻഡർ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടിക്കല്ലേ, ഫ്രഷ് പീസ് പൊട്ടിച്ചു കാണിക്കും. അതന്നെ. അപ്പൊ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഇതുപോലെ പൊട്ടിച്ചിട്ട് ഫാമിലിക്ക് നമ്മൾ കീറി കാണിക്കുന്ന തുണി. ഈ സൈഡ് അല്ലേ, പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാമന്റെ പോർഷനില്
പിന്നെ ഓവറോൾ ഈ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹെവി പ്രീമിയം കളക്ഷനിലേക്ക് പെടുത്താൻ നമുക്ക് ഒരു ബുട്ടിക് ടേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇനി കുറച്ച് പ്രിന്റ് ഇടയ്ക്ക് നമ്മൾ പ്രീമിയം അങ്ങനെ ആ രീതിയിലാണ് പിടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് കാണിക്കാം. നമുക്ക് ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ്. യെസ്, പൊട്ടിക്ക് അതന്നെ കീറി വേണമെങ്കിലും കാണിക്കുന്നു. പിന്നെ ഈ കാണിക്കുന്ന സംഭവം അല്ല നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഫ്രഷ് പീസ് ആയിരിക്കും. ഇതൊക്കെ ഡെമോ പീസ് ആണ്, സാമ്പിൾ പീസ് ആണ് കേട്ടോ. 100 ടൈം ഓപ്പൺ ആവും രാവിലെ. അതെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കസ്റ്റമർ വരും, ഓരോ തവണ ഇട്ടു തുറന്നു. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ പിന്നെ ക്ലോസ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ റാക്കിൽ കിടന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് കാണിക്കുന്നതിൻ്റെ സാമ്പിൾ പീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രിൻറ്റഡിൽ തന്നെ നമുക്ക് ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു വർക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ദുപ്പട്ടിയും വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 800-870 ആ ഒരു റേഞ്ചൊക്കെ വരുള്ളൂ. പക്ഷേ നമുക്ക് 110 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കളക്ഷൻസ് വേറെ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി കുറച്ച് സ്പീഡാവാൻ നമുക്ക് ഓൾറെഡി ഇത് അടിപൊളി ഒരു സംഭവം കേട്ടോ. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ പാച്ച് വർക്ക്. അതും ഇത് കോൺട്രാസ്റ്റിൽ സെൽഫ് വർക്ക് പോയിട്ടുണ്ട്, പാച്ച് വർക്ക് ഉണ്ട്, കാന്ത വർക്ക് ഉണ്ട്, സ്വീക്വൻസ് വർക്ക് ഉണ്ട്, കോൺട്രാസ്റ്റ് ആണ്. ഇത് ദുപ്പട്ട നമുക്ക് ആപ്ലിക് വർക്കാണ്. ദുപ്പട്ടയാണ് ശരിക്കും പറഞ്ഞാലേ ഇങ്ങോട്ട് പിടിച്ചോ, എന്നാലാണ് കറക്റ്റ് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇതാ ആ ഒരു ആപ്ലിക് വർക്ക്, പിന്നെ ഒരു കലംകാരി സ്റ്റൈൽ, അങ്ങനെ ഇതിൽ തന്നെ അതെ പല വർക്ക് വരുന്നുണ്ട്. ഇതിൽ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്, അജ്രക്കിൻ്റെ വർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ കലംകാരി, അങ്ങനെ പല വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള വർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരെണ്ണം കാണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആയിരിക്കും വരാം, ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ്. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ദുപ്പട്ടിയും പോകണ്ടല്ലോ. ഇനിയിപ്പോൾ റയോണിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോവാം. കുറേ ഐറ്റംസ് അവൈലബിൾ ആണ്. നേരിട്ട് വരാൻ ശ്രമിക്കാം. നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ഷോപ്പാണ്, നേരിട്ട് വരാം അല്ലേ. കുറച്ചൊക്കെ അവരും ബുദ്ധിമുട്ടുണ്ട് അല്ലേ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇവിടെ വന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ അതെ, സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു അല്ല. സൂറത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ കസ്റ്റമറുടെ കൂടെ ഫാമിലിയുടെ പോലെ നിങ്ങൾ പറഞ്ഞ അത് നിങ്ങളുടെ ഫാമിലി നമ്മുടെ ഫാമിലി, ഇവിടെ വരുന്ന കസ്റ്റമറും നമ്മുടെ ഫാമിലി. അതന്നെ, ഇവിടെ വന്ന് നമ്മുടെ വണ്ടിയുടെ വന്ന് വാങ്ങണമെന്ന് അങ്ങനെ താല്പര്യം ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി, കാശ് കൊടുത്ത് മേടിക്കണം, അത്രേ ഉള്ളൂ. നിർബന്ധമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി, നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് വന്ന് പോണേനെ ഒരു 10 പൈസ കൊടുക്കണ്ട. അതെന്തായാലും വന്നൊന്ന് നോക്കിക്കോ. കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ പ്രിന്റഡിൽ നമുക്ക് യോക്ലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ദുപ്പട്ട ഇങ്ങനത്തെ കുറേ പ്രിന്റ്സ് അവൈലബിൾ. ഏത് പ്രിന്റ് കാണിക്കും, എവിടെ നിന്ന് എടുത്ത് കാണിക്കും, കുറേ ഉണ്ട്. ഒരു വീഡിയോയിൽ ഇതൊന്നും തീരില്ല മക്കളെ, കസ്റ്റമറും കുറേ ഉണ്ട്, അതുകൊണ്ട് ഇത്ര കളക്ഷൻ ഉണ്ട്. അതാണ്, കസ്റ്റമർ കുറേ ഉണ്ട്, അതിനനുസരിച്ചിട്ട് കളക്ഷൻസ് കൂട്ടിയിട്ടുണ്ട്. കളക്ഷൻസ് മീൻസ് സാമ്പിൾസ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ്. കൊണ്ടുപോ. പക്ഷെ ഒരു പീസായിട്ട് തരില്ലല്ലോ, സെറ്റല്ലേ തരുള്ളൂ. അങ്ങനെയുണ്ട്, കൊണ്ടുപോകുന്നു വലിയ. നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങളുടെ ചേച്ചിക്ക് ഇവിടെ എനിക്കിട്ടന്നെ നടക്കട്ടെ. അതെ, ഇത് സംഭവം എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് നല്ല കളക്ഷനാണ്, മെറ്റീരിയൽ വൈസും നല്ലതാണ്. യോക്കിലത്തെ വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇത് മെഷീൻ വർക്കാണോ കൈകൊണ്ട് ചെയ്ത വർക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തീരുമാനിക്കാൻ. അല്ല, ലക്നൗവി സ്റ്റൈൽ ചിക്കൻ കറി വർക്ക്. ഇതിൽ ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതിനധികം റേറ്റും ഇല്ല അല്ലേ. ഈ കാണുന്നതല്ലേ റേറ്റ്? അത്രേ ഉള്ളൂ. എന്തായാലും ചിക്കൻ കറി എല്ലാം നോക്കിയല്ല, ഇത് മട്ടൻ കറി പറഞ്ഞാൽ മതി. മട്ടൻ അത് ചിക്കൻ കറി, ഇത് മട്ടൻ കറി. ഓക്കെ. ഇനി ഇതും കൂടി കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അവസാനിപ്പിക്കാം ഇന്നത്തെ. കാരണം കുറേ ഉണ്ട് കാണിക്കാനായിട്ട്, നമ്മളെല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. പക്ഷേ പാകിസ്ഥാനി സ്റ്റൈലിൽ ഒരെണ്ണോടെയും പിടിച്ചു. അതായത് ഡിജിറ്റൽ സ്റ്റൈലാണ് കേട്ടോ. ഡിജിറ്റലിൽ ഇതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ പ്ലെയിൻ, അതിൽ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിങ് അങ്ങനെ വന്നിട്ടുള്ളൊരു കളക്ഷൻ. സ്റ്റോണിൻ്റെ വർക്ക്. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ, ഏതൊക്കെ പ്രിൻറ്റിൽ വേണം, പല ഡിസൈൻസിൽ വേണം, പല വർക്കിൽ വേണം. കളർ സൂപ്പർ അല്ലേ, അടിപൊളി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ സോഫയിൽ ഇരുന്നതിന് ഓരോന്നോരോന്ന് കളക്ഷൻസ് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരും. ഇതൊക്കെ നോക്കിയാൽ കോട്ടൻ്റെ ജയ്പൂരി സ്റ്റൈലിലുള്ള കോട്ടൺ
അതിൽ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിലയൊക്കെ 500 രൂപയുള്ളൂ. നമ്മുടെ അജ്രക് പ്രിന്റ് ഏത് പ്രിന്റ് വേണം? ബാട്ടിക് വേണോ, അജ്രക് വേണോ, കലംകരി വേണോ, മറ്റത് വേണോ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ നിൽക്കുന്നത് നമ്മൾ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് എത്ര ഒരു 10 മിനിറ്റ്സ് എടുക്കും. 10 മിനിറ്റ്സ് മതിയാ? ഒരു 15 മിനിറ്റ്. ട്രാഫിക് പിന്നെ ഇട ദിവസം വരാണെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും. കാരണം മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ ആ മാർക്കറ്റ് ഏരിയ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ എത്താനായിട്ട്. ഇവര് കുറച്ച് ഹട്ട്കെ തോടെ ഹട്ട്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. മാർക്കറ്റ് ഏരിയയിലല്ല ഇരിക്കുന്നത്. ഈ ഫാക്ടറി ഈ സൈഡിലൊക്കെയാണ്, ആ സൈഡിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ടെൻഷനില്ലാന്ന്. പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ വീണ്ടും പറയാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വരണോ വേണ്ടെന്നുള്ളത് വന്നാൽ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇവർ എല്ലാം ചെയ്തു തരും. ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, കൊണ്ടുപോവുക. പിന്നെ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യോടെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാക്കിംഗ് സമയത്ത് നമുക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ പാർസൽ ടൈറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ പാർസൽ എത്തുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാണ്ടുള്ള റെക്കോർഡായിരിക്കണം. അതിലെന്തെങ്കിലും ഡാമേജ് പീസോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് ആ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്താൽ മതി. നമുക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ്. ഡാമേജ് വരത്തില്ല, പക്ഷേ മാഡം അങ്ങനെ ഡാമേജ് വരാനുള്ള കസ്റ്റമർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ വന്നാലും ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് അതിനാണ് ആ ഒരു എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂഫിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ റെക്കോർഡ് ഓൺ ആക്കി വെക്കണ്ടേ. അത്രയ്ക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് കസ്റ്റമറിന്റെ പോലെ. അല്ല, അത് പറയണല്ലേ, എനിക്ക് അവരും വേണം നിങ്ങളും വേണം, രണ്ടാളും എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.